ഏവർക്കും ഹൃദ്യമായ നമസ്കാരം. ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ പ്രതിസന്ധിയിൽ പോലും തളരുന്നവരാണോ നിങ്ങൾ? അതുമല്ല, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടെന്ന് കരുതി പോസിറ്റീവായി ഒന്നും ചിന്തിക്കാതെ ഡിപ്രഷനിലേക്ക് പോയവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. തീർന്നില്ല. ജീവിതത്തിൽ ഏത് തരത്തിലുള്ള പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അതിനെല്ലാം സധൈര്യം നേരിട്ട് വളരെ ആത്മവിശ്വാസത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്ക് കൂടിയുള്ളതാണ് ഈ വീഡിയോ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ നേരെ വീഡിയോയിലേക്ക്. അമ്മ ഹരീഷ് ഉണ്ടോ ഇവിടെ? ആണോ? നിങ്ങളൊന്ന് അകത്തേക്ക് കയറിക്കോട്ടോ. അദ്ദേഹമാണ് നമ്മൾ തേടി വന്ന ഹരീഷ്. ഹരീഷ് അസാധ്യ കലാകാരനാണ്. അത് ഏതോ ഒരു പടം ഗംഭീരമായിട്ട് വരയ്ക്കുകയാണ്. പക്ഷെ ഇതിന്റെ പൂർണ്ണ വിവരങ്ങൾ നമ്മൾ ഇദ്ദേഹത്തിനോട് ചോദിച്ചു മനസ്സിലാക്കാന്ന് വിചാരിച്ചാൽ അത് സാധ്യമല്ല. കാരണം അദ്ദേഹം ജന്മനാ ചെവി കേൾക്കാനോ സംസാരിക്കാനോ കഴിയാത്ത ആളാണ്. നമുക്ക് എന്തായാലും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഹരീഷിന്റെ ഒരു ഹായ് ചോദിച്ചു നോക്കാം. ഹരീഷ് ഒരു ഹായ് പറയുമോ? പടം വരച്ചോട്ടെ. എന്തായാലും ഹരീഷിന്റെ വികാരങ്ങളായിക്കോട്ടെ, ചിന്തകളായിക്കോട്ടെ, അദ്ദേഹം വരകളിലൂടെയാണ് നമ്മുടെ മുന്നിലേക്ക് പ്രകടിപ്പിക്കുന്നത്. ഹരീഷിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഹരീഷിന്റെ അമ്മയോട് തന്നെ നേരിട്ട് ചോദിച്ചാൽ. സുഖമാണോ? സന്തോഷമായിട്ടിരിക്കുന്നു. ഭയങ്കര ഗംഭീര പടം വരെയാണല്ലോ ഹരീഷ്. ആണോ? അല്ലാതെ ലൈവായിട്ടും വരയ്ക്കുമല്ലേ പടങ്ങളൊക്കെ? ഈ ഹരീഷിന് ഈ ചെവി കേൾക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ കഴിയില്ലെന്ന് അമ്മ അതെപ്പോഴാ എങ്ങനെ തിരിച്ചറിഞ്ഞത്? നമ്മളൊരു 2.5 വയസ്സൊക്കെ ആയതിനു ശേഷമാണ് മനസ്സിലാക്കുന്നു സംസാരിക്കാൻ. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ ചികിത്സയോ നോക്കിയായിരുന്നു? 2 വർഷമൊക്കെ കൊണ്ടുപോയായിരുന്നു. ആണോ? അപ്പൊ ആ സമയത്തൊന്നും അത് ഇനി സാധ്യമല്ലെന്നാണോ? കൂടുതലായിട്ട് ചികിത്സ കൊണ്ട് ഫലമില്ലെന്നാണോ? അത് ഒരുപാട് പൈസ വേണമെന്ന് പറഞ്ഞു. ഓപ്പറേഷനൊക്കെ കുട്ടിക്കാലത്ത്. ഇനി ഇത് ചെയ്തെടുക്കാൻ സാധിക്കുമെന്നാണ് ചോദിച്ചിട്ടുണ്ടോ? അത് അന്നേ കോക്ലിയറൊക്കെ വച്ചിരുന്നുണ്ടെങ്കിൽ ഒത്തിരിയൊക്കെ മാറ്റം വന്നാണായിരുന്നു. നന്നായി പൈസയുടെ ഒരു അഭാവം വെച്ചിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇദ്ദേഹം എവിടെ പഠിച്ചതൊക്കെ? അപ്പൊ എത്ര വരെ പഠിച്ചത്? പ്ലസ് ടു വരെ പഠിച്ചു. സാധാരണ സ്കൂളിൽ തന്നെയാണോ പഠിച്ചത്? സാധാ സ്കൂളിൽ തന്നെ പഠിച്ചു. പ്ലസ് ടു വരെ പഠിച്ചു. ഇപ്പൊ എന്താ അദ്ദേഹം ചെയ്തോണ്ടിരിക്കുന്നത്? ഇപ്പൊ ചാത്തന്നൂര് വിവറ്റില് വരയ്ക്കാൻ പോകുന്നുണ്ട്. വരയെ കുറിച്ച് തന്നെ കൂടുതൽ പഠിക്കുന്നത്. വരയ്ക്കാനാണ് അയാൾക്ക് കൂടുതലും ഇഷ്ടം. ഈ അമ്മ പറഞ്ഞു 1-2.5 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് സംസാരിക്കാനും ചെവി കേൾക്കാത്തതൊക്കെ മനസ്സിലാക്കിയത്. ഇദ്ദേഹം എന്തുകൊണ്ട് പടം വരയ്ക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കഴിവുണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയുന്നത്? ഈ പെൻസിൽ പിടിക്കാൻ തുടങ്ങിയ ആ സമയം തൊട്ടേ ചെറുതായിട്ടൊക്കെ വരച്ച് ചെറിയ ചെറിയ പേപ്പറുകളൊക്കെ വരച്ച് പാഴിക്കളയുമായിരുന്നു. അന്നേരം നമ്മളത് അവനെ അങ്ങ് വിട്ടുകൊടുത്തത് വരയ്ക്കേണ്ടിയിട്ട് അങ്ങനെ അങ്ങ് വിട്ടുകൊടുത്തു. അന്ന് വഴക്കൊന്നും പറഞ്ഞില്ല, വിട്ടുകൊടുത്തായിരുന്നു. ഇപ്പൊ ഈ BTS പോകുന്നുണ്ടല്ലോ, ഈ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹം പടം എല്ലാം വരയ്ക്കുമായിരുന്നു. അപ്പൊ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഓർഡർ തരാന്നുണ്ടെങ്കിൽ അദ്ദേഹം വരയ്ക്കുന്ന 4ാം ക്ലാസ് ആയപ്പോഴാണ് എല്ലാവരെയും ശ്രദ്ധയിൽ പെട്ടത് നല്ലപോലെ വരയ്ക്കുക എന്നുള്ളത്. പിന്നെ നമ്മളിവിടെ വീട്ടിലാക്കിയതിനു ശേഷം സാറ് പഠിപ്പിച്ചു. ഇപ്പോഴാണ് അതിനുശേഷമാണ് നല്ലപോലെ വരയ്ക്കാൻ തുടങ്ങി. ഈ വിവറ്റിലേക്ക് എങ്ങനെ എത്തുന്നത്? ചാത്തന് BRC വഴിയാണ് സ്കൂൾ വഴിയാണ്. സ്കൂളുകാർ തന്നെ പറഞ്ഞത് നല്ലതാണ് വരയ്ക്കാതുകൊണ്ട് വിവറ്റിൽ കൊണ്ടുപോകാം. അങ്ങനെയാണ് അവിടെ എത്തുന്നത്. ധാരാളം സമ്മാനങ്ങളൊക്കെ ഇവിടെ കണ്ട് അത്ഭുതപ്പെട്ടു ഈ സത്യത്തിൽ. ഇതൊക്കെ ഈ സമ്മാനമൊക്കെ അദ്ദേഹം പടം വരച്ച് തന്നെ നേടിയ സമ്മാനങ്ങൾ. എല്ലായിടത്തും പടം വരച്ച് അങ്ങനെ നേടുന്നു. ഇപ്പോഴും കൂടുതലായിട്ട് അദ്ദേഹം പടം വരയ്ക്കുന്നുണ്ട്. ഇതിൽ തന്നെ എപ്പോഴും ശ്രദ്ധ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ചാത്തന്നൂർ ഈ വിവറ്റ് എന്ന് പറയുന്നിടത്തേക്ക് ധാരാളം ദൂരം ഉണ്ടല്ലോ. നമ്മൾ ആദ്യമൊക്കെ ഓട്ടോയിൽ വിട്ടോണ്ടിരുന്നത്. ഇപ്പം ചേച്ചിയുടെ കൂടെ പോകുന്നുണ്ട്. ചേച്ചി ഇവിടെ പിന്നെ പാരപ്പള്ളി അക്ഷയ സെന്ററിൽ പോകുന്നുണ്ട്. അങ്ങനെ അയാളുടെ കൂടെ പോയിട്ട് അവിടെ നിന്ന് വേറൊരു കൊച്ചിന്റെ കൂടെ വിവറ്റിൽ പോകും. തിരിച്ചോ അവിടെ കൊണ്ടാക്കും, പാരപ്പള്ളി കൊണ്ടാക്കും. തിരിച്ചവളെ കൂടെ 6:30 ആകുമ്പോഴത്തേക്കിന് തിരിച്ച് വീട്ടിലെത്തും. അപ്പൊ അവിടെ ഫീസ് ഒക്കെ ഉണ്ടോ പഠിക്കാനായിട്ട്? നേരത്തെ ഫീസ് ഉണ്ടായിരുന്നു, ഇപ്പം ഫീസ് മേടിക്കുന്നില്ല. ഇദ്ദേഹത്തിന്റെ മാത്രം മേടിക്കുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ നമ്മള് 2000 രൂപ അടയ്ക്കുമായിരുന്നു എല്ലാ മാസവും. അങ്ങനെ എത്ര വർഷത്തോളം? നമ്മള് ഒരു 4 വർഷത്തോളം അങ്ങനെ വിട്ട്. പിന്നെ ഇപ്പൊ ഫീസ് ഒന്നും വേണ്ട, ഫീസ് വേണ്ട. 1000 രൂപ മാസം സൈഫന്റ് ആയിട്ട് അവന് ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഓ, അത്തരത്തിലേക്ക് എത്തി. ഹരീഷ് ബിവറ്റിലെ സ്റ്റുഡന്റ് ആണ്. ബിവറ്റ് എന്ന് പറയുമ്പോൾ ബിഹേവിയറൽ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഹരീഷ് ഇവിടെ വന്നിട്ട് ഇപ്പോൾ 5 വർഷം ആകുന്നു.
ഹരീഷ് വരുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് ഹരീഷിൻ്റെ ഉള്ളിൽ ഒരു നല്ലൊരു കലാകാരനുണ്ടെന്ന് മനസ്സിലായി. ഹരീഷ് വരച്ച കുറച്ച് ചിത്രങ്ങളൊക്കെയാണ് അമ്മ ഹരീഷിനെ കൊണ്ടാക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിലേക്ക് തരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഇവിടുത്തെ ട്രെയിനർ മിസ്റ്റർ നാസിമിന് അത് മനസ്സിലാവുന്നു, ഹരീഷിൻ്റെ ഉള്ളിൽ വരയ്ക്കാനുള്ളൊരു വലിയൊരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഹരീഷിനെ അത്തരത്തിൽ പെൻസിൽ ഡ്രോയിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ഹരീഷിൻ്റെ ഏറ്റവും മനോഹരമായ രീതിയിലുള്ള ഒരുപാട് ചിത്രങ്ങൾ, എനിക്ക് തോന്നുന്നു 100 കണക്കിന് ചിത്രങ്ങൾ ഹരീഷിന് അത്തരത്തിൽ വരയ്ക്കുന്നതിനും ലൈവായിട്ട് വരയ്ക്കുന്നതിനും ഒക്കെ ഈ ദിവസങ്ങളിൽ ഹരീഷിന് അതിനുശേഷം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ ശശി തരൂരിന് കോഫി പൗഡറിൽ ഒരു ചിത്രം വരച്ചു കൊടുക്കുന്നതിനും മന്ത്രി ചിഞ്ചുറാണിക്കും അതുപോലെ തന്നെ കൃഷിമന്ത്രി പി പ്രസാദ് സാറിനും ഒക്കെ ചിത്രങ്ങൾ വരച്ചു കൊടുക്കുന്നതിന് ഹരീഷിനിടയായി. അതിനേക്കാൾ ഏറ്റവും ഉപരിയായിട്ട് ഹരീഷ് സ്വന്തമായിട്ടൊരു വരുമാനം കണ്ടെത്തുന്ന അവസ്ഥയിലേക്ക് പലരുടെയും റിട്ടയർമെൻറ്റ് ഫംഗ്ഷനിൽ അവരുടെ പിക്ചേഴ്സ് പോർട്രേറ്റായിട്ട് വരച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ചില അമ്പലങ്ങളുടെ ചുറ്റുമതിലുകൾ ഹരീഷിൻ്റെ ആ മനോഹരമായിട്ടുള്ള കൈകൾ കൊണ്ട് അലങ്കരിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ചാത്തന്നൂർ പബ്ലിക് ലൈബ്രറി അത്തരത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ഡെവലപ്മെൻറ്റ് ഹരീഷിന് ഈ 5 വർഷത്തിനുള്ളിൽ ഉണ്ടായി എന്നുള്ളത് ഞങ്ങൾക്കേറെ അഭിമാനകരമാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഹരീഷിൻ്റെ ഇത്തരത്തിലുള്ള കഴിവുകൾ കണ്ടിട്ട് കൊല്ലത്തെ ജെറോം നഗറിലെ ഒരു ഷോപ്പ് ഹരീഷിനെ വിളിച്ചിട്ടാണ് ആ കട ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ധാരാളം കുഞ്ഞുങ്ങൾ നമ്മളുടെ ഇടയിലുണ്ട്. അവരുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ബിവറ്റിൻ്റെ ലക്ഷ്യം അതാണ്. അത്തരത്തിൽ കഴിവുകൾ, അവരുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റി പുറത്തു കൊണ്ടുവരിക, അതുവഴി അവർ സ്വന്തമായി ജീവിക്കുക, അവരവരുടെ വരുമാനം കണ്ടെത്തുക. അങ്ങനെ അവരുടെ പേരൻസിന് ഒരു പക്ഷേ അതുവരെ ഭാരമായി തോന്നിയിരുന്ന കുഞ്ഞുങ്ങൾ അതേറ്റവും സന്തോഷകരവും അഭിമാനകരവുമായിട്ടുള്ള കുഞ്ഞുങ്ങളായിട്ട് മാറുന്നതായി പേരൻസിന് തോന്നുക. സമൂഹത്തിൽ അവർ അത്തരത്തിൽ വലിയ നന്മകൾ പ്രതിഫലിപ്പിക്കുക. അതൊക്കെയാണ് ബിവറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പൊ ഹരീഷിന്റെ കാര്യം അമ്മ പറഞ്ഞല്ലോ. ഹരീഷ് മാത്രമാണോ മോനായിട്ടുള്ളത്? കുടുംബത്തിൽ വേറെ 2 പെൺകുട്ടികളുണ്ട്. സഹോദരിമാരെ ചേച്ചിമാരാണ്. മൂത്തയാളെ വിവാഹം കഴിച്ചയച്ച് ഇനി ഒരാളുണ്ട്. രണ്ടാമത്തെ അയാള് ഇവിടെ കമ്പ്യൂട്ടർ സെന്ററിൽ പോകണം. ഇപ്പം അയാള് ഡിഗ്രി കഴിഞ്ഞ് ഇപ്പം കമ്പ്യൂട്ടർ സെന്ററിൽ പിന്നെ ട്രെയിനി ആയിട്ട് കയറി 1 മാസം ആയതേ ഉള്ളൂ. ഹരീഷ് പടം വരെയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും വലിയ കാര്യമൊക്കെയാണോ? കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ ഭയങ്കര കുസൃതിയായിരുന്നു. അത്തരത്തിലുള്ള ഭയങ്കര വൃത്തികേടാ, ഇപ്പോഴും വൃത്തികേടാ. ചേച്ചിയായിട്ട് അടിയപ്പോ ഒക്കെയാ. എന്നാലും സത്യത്തിൽ ഇപ്പൊ അമ്മയ്ക്ക് വളരെയധികം അഭിമാനം തോന്നുന്നില്ല ഇത്തരത്തിൽ ഈ ഇത്രയധികം സമ്മാനങ്ങള് നമുക്കൊന്നും ഒന്നും കിട്ടിയിട്ടില്ല. നോക്കണം ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ ഇദ്ദേഹം വരച്ച പടങ്ങൾ തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ആശ്ചര്യപ്പെടുകയാണ്. അത് ജീവൻ ഉണ്ടെന്നുള്ള രീതിയിലുള്ള ചിത്രങ്ങളാണ് അദ്ദേഹം വരയ്ക്കുന്നത്. ഏത് പടം കണ്ടാലും അത് കണക്ക് അവൻ പകർത്തും. അതുപോലെ നോക്കി ഇവിടെ ഞാൻ ഇങ്ങനെ വരുന്ന വഴിക്ക് കേട്ടോ, അമ്പലത്തിന്റെ ആ ഭാഗത്ത് എന്തോ ഇങ്ങനെ ചിത്രങ്ങൾ ഇവിടെ താഴെ ഒരു മഹാവിഷ്ണുവിനെ വരച്ചിട്ടുണ്ട്. തൊട്ട് താഴെ ഇത്തിരി അങ്ങോട്ട് കുറച്ചങ്ങോട്ട് പോയാൽ മതി. പിന്നെ ഞാൻ ഇങ്ങനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോ ഞാൻ അറിയാൻ ഉദ്ഘാടനത്തിന് വിളിച്ചു ജെറോമിൽ. അതൊക്കെ വിവറ്റിന്ന് പോയതാണ്. ഒരു കട ഉദ്ഘാടനം ചെയ്തായിരുന്നു. ഇപ്പൊ ധാരാളം ഓർഡർ ഒക്കെ വരാറുണ്ടോ? അങ്ങനെ അത്തരത്തിലൊക്കെ ഓർഡർ വരുന്നല്ല അവിടെയാണ്. അവിടെ വരും അദ്ദേഹത്തിന് ഓർഡറൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോ അവര് കൊണ്ടുപോകുന്നുണ്ട്. അമ്മയോട് ഇദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആവശ്യപ്പെടുവോ? ഇന്ന സാധനങ്ങളൊക്കെ വേണം വേണോന്നൊക്കെ പറയും. അത് വരയുടെ കാര്യത്തിലാണോ? വരയുടെ കാര്യത്തിലായാലും ഏത് കാര്യത്തിനായാലും വേണോന്ന് പറയും. നിർബന്ധം പിടിക്കും ഇന്ന സാധനങ്ങളൊക്കെ വേണം. അപ്പൊ സാധിക്കാതെ വരുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചിലപ്പോ പിണങ്ങിയിരിക്കും. ഇപ്പം കമ്പ്യൂട്ടർ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. 3 മാസം ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചിറങ്ങിയിരിക്കും. കമ്പ്യൂട്ടർ വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചോണ്ടിരിക്കുക. കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ എഡിറ്റിംഗ് ആയിരുന്നു പഠിച്ചത്. അത് കിട്ടാത്തോണ്ട് വാശിയില്ല. എപ്പോഴും ഇങ്ങനെ പറയോ കമ്പ്യൂട്ടർ വേണോ? ആ ആവശ്യം നിറവേറ്റാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അതെ, ആ ഒരു ബഹളത്തിലായി ഇപ്പൊ ആള്. അച്ഛൻ എന്താ ചെയ്യുന്നത്? അച്ഛൻ കൂലിപ്പണിക്ക് പോകും. അവരത്തോട് കിളച്ച് തടി വെക്കാനും അങ്ങനെയൊക്കെയുള്ള പണിക്ക് പോകും. ചോദിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് കാല് വയ്യാത്ത ആളാണ്. ഇത്ര ചെരുപ്പിട്ടിരിക്കുക. ജന്മന വളമായിരുന്നു. അങ്ങനെ അത് ഓപ്പറേഷൻ കഴിഞ്ഞ് 2 ഓപ്പറേഷൻ കഴിഞ്ഞു. എന്നിട്ടും ശരിയായില്ല. ചെരുപ്പിട്ടുകൊണ്ട് നടക്കുന്ന മേളി വരെ ഞാൻ ഈ കാല് വയ്യാതെയാണ് അവനെയും കൊണ്ട് നടക്കുന്നത്.
ഞാനിത് കണ്ടപ്പോ അമ്മയോട് ചോദിച്ചു. എനിക്ക് അങ്ങനെയുള്ളതൊന്നുമില്ല. കാരണം ഞാൻ ഏതാണ്ട് ഇവനെ LKG വിട്ട് ഇവനെ കൊണ്ട് നടക്കുന്നത് ഞാൻ തന്നെ. ഇവന് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുക. അമ്മ പുള്ളി എടുത്തിട്ടൊക്കെ ആയിരുന്നു അന്നൊക്കെ എടുത്തോണ്ട് പോകുമായിരുന്നു, വെച്ചോണ്ട് പോകുമായിരുന്നു. അന്നൊക്കെ പറഞ്ഞാൽ ഇവിടുന്ന് കല്ലുവാതക്കരയുള്ള ഓട്ടോയേ ഉള്ളു. കല്ലുവാതക്ക് ചെന്ന് ഓട്ടോ വിട്ടിട്ട് ബസ്സിലായിരുന്നു പോണത്. 1.5 വർഷം ഞാൻ പൂജപ്പുര അവന് ട്രെയിനിങ് ആയിട്ട് സ്പീച്ച് കൊടുക്കണ്ടിട്ട് കൊണ്ടുകിടന്നായിരുന്നു, സംസാരിപ്പിക്കാനൊക്കെ. നടക്കാൻ ഇപ്പൊ അവന്റെ ചേച്ചിമാരെ പേരൊക്കെ പറയും, ഹരിത സരിത. എന്റെ പേര് തന്നെ ശ്യാമളെന്ന് വിളിക്കും. കൃത്യമായിട്ട് പറയും. വ്യക്തമായിട്ട് പറയും. ബാക്കിയുള്ള അതൊന്നുമില്ല. ഇങ്ങനെ ചോറ്, വെള്ളം, അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ പറയും. സ്പീച്ചിങ് തെറാപ്പിക്ക് വിട്ടിട്ടാണോ? അതെ, 1.5 വർഷം പോയി. പിന്നെ നമ്മള് പോകുമ്പോഴത്തേക്കിനും അവര് മണിക്കൂറിനെങ്ങാണ്ട് 500 രൂപ വെച്ചെങ്ങാണ്ട് വേണമായിരുന്നു. പോകാൻ പറ്റിയില്ല. പിന്നെ ഇടയ്ക്ക് അവന്റെ മൂത്ത 2 കുട്ടികളുണ്ട്, അവരെയും പഠിപ്പിക്കണം, ഇവന്റെ കാര്യവും നോക്കണം. നമുക്ക് വേറെ വരുമാനമൊന്നുമില്ല. ഹരീഷ് എന്തെങ്കിലും ആഗ്രഹം പറയാറുണ്ടോ അമ്മയുടെ എന്തെങ്കിലും ആവണമെന്നല്ലെങ്കിൽ? ഇങ്ങനെ വേറുള്ളതൊന്നും പറയാറില്ല. ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ പറയാറുള്ളൂ. അത്രയൊക്കെ ഉള്ളു. എന്നാലും അമ്മയ്ക്ക് ഇപ്പോൾ വളരെയധികം അഭിമാനമല്ലേ അദ്ദേഹത്തെ ഓർത്തിട്ട് ഹരീഷ്? അതെ, ഇത്രയായി എടുത്തതിന്റെ ഒരു ഇതുണ്ട്. ഇനി അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വന്തമായിട്ടൊരു വരുമാനം അവൻ തന്നെ ഉണ്ടാക്കി എടുക്കണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. ഇപ്പൊന്ന് വെച്ചാൽ നമ്മളെ സംരക്ഷണത്തിലല്ലേ ഇപ്പൊ അവൻ നിൽക്കുന്നത്. അപ്പൊ അവന് സ്വന്തമായിട്ടൊരു വരുമാനം അവൻ നേടിയെടുക്കണം. ഒരു പേടിയുണ്ട്. ഇപ്പൊ എല്ലാരും എന്നെ വഴക്ക് പറയും, ഞാൻ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നോണ്ടാണ് അവൻ പുറത്തോട്ട് പോകാത്തത്, ഒറ്റയ്ക്ക് പോയി വരികയും ചെയ്യാത്തത്. അതുകൊണ്ടെന്നല്ല, അവന് ഒരു ചെവിയെങ്കിലും കേൾക്കാൻ ആവുമായിരുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വിടായിരുന്നു, കുഴപ്പമില്ല. ഇപ്പോഴത്തെ വണ്ടിയുടെ ഇതും അതന്നെ ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ അറിയാലോ, ഇത്രയും ദൂരം ഇല്ലയോ. ആ ഒരു വിഷമം അത്രേ ഉള്ളൂ. എന്നാലും ഞങ്ങൾക്കും വളരെയധികം സന്തോഷമുണ്ട് ഇത്തരത്തില് ഹരീഷിനെ കാണാൻ പറ്റുന്നത്. എല്ലാവർക്കും ഒരു പ്രേരണ തന്നെയാണ് ഹരീഷ്. അതിനെന്തായാലും കാരണമായിട്ടുള്ളത് അമ്മ കൂടിയാണ്. അമ്മയുടെ ഒരു കഠിനമായിട്ടുള്ള പ്രവർത്തനവും പ്രയത്നവും കൊണ്ടാണ്. ഒരുപാട് സ്ഥലത്ത് ഞാൻ ഇവനെയും കൊണ്ട് പോയിട്ടുണ്ട്. ഇവനെയും കൊണ്ട് നടക്കാത്ത സ്ഥലങ്ങളില്ല. എവിടെ വിളിച്ചാലും അവിടെ കൊണ്ടുപോകും. അങ്ങനെയായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് ചെരുപ്പ് എന്റെ വിധത്തിനായി കിട്ടുന്നില്ല. ഇപ്പൊ അവര് കൊല്ലത്തുനിന്ന് ചെരുപ്പ് ശരിയാക്കി തന്നാർക്കും അത് പറ്റുന്നില്ല. അതെന്താണെന്ന് അറിയത്തില്ല. ആ ഒരു വിഷമം. ചെവി കേൾക്കാനോ സംസാരിക്കാനോ കഴിയില്ലെന്ന കാര്യത്തെ വലിയ ഒരു കുറവായി കാണാതെ വളരെ ആത്മവിശ്വാസത്തോടുകൂടി തനിക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് സധൈര്യം മുന്നോട്ട് പോവുകയാണ് ഹരീഷ്. ഹരീഷിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സ്വന്തമായി ഒരു ചിത്ര പ്രദർശനം നടത്തണമെന്നും ചിത്രകലയെക്കുറിച്ച് കൂടുതൽ പ്രാവീണ്യം നേടണമെന്നുമാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. നമുക്കോ നമ്മുടെ ഇടയിലുള്ള ആർക്കെങ്കിലുമോ അദ്ദേഹത്തിന്റെ ഒരു വഴികാട്ടിയാകാൻ സാധിച്ചാൽ അത് വളരെ ഉപകാരമായിരിക്കും. ഒരിക്കൽ ബദിരനായ ഒരു കുട്ടി പറയുകയുണ്ടായി, നിങ്ങൾക്ക് ഞാൻ ചെവി കേൾക്കാത്തവനായിരിക്കാം, പക്ഷെ എൻ്റെ മുന്നിൽ നിങ്ങളെല്ലാവരും സംസാരിക്കാൻ കഴിയാത്തവരാണ്. ഇത്തരത്തിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തയും ആത്മവിശ്വാസവും വീക്ഷണവും തന്നെയാണ് ഒരാളുടെ ജീവിതം വിജയത്തിലേക്ക് എത്തിക്കുന്നത്. പ്രതിസന്ധിയിൽ തളരാതെ തകരാതെ സധൈര്യം മുന്നോട്ട് പോയി വിജയത്തിലേക്ക് എത്തുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.